സാധുവായ ഞാൻ സേവനം ചെയ്യുന്ന കാഞ്ഞിപ്പുഴ മുസ്ലിം ജമാഅത്തിൽ 18 വയസ്സുകാരിയായ ഒരു സഹോദരിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പിതാവ് വന്നു. എന്താണ് അവരുടെ ആവശ്യമെന്നല്ലേ? ജന്മനാ മലമൂത്രദ്വാരങ്ങൾ ഒന്നായി പിറവിയെടുത്ത ഒരു കുഞ്ഞിന് 10 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ്. മകൾക്കിപ്പോൾ 18 വയസ്സ് പ്രായമായി. ശരീരത്തിൻ്റെ എല്ലാ ബാഹ്യമായ അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. കണ്ടാൽ ഒരു രോഗമുള്ള ആളാണ് എന്ന് പറയുകയില്ല. സ്കൂളിൽ പോകുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്, പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചെറിയ പ്രായത്തിൻ്റെ ഇടയിൽ ആ മകൾക്ക് 4 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, സർജറികൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ പെൺകുട്ടിയുടെ മലദ്വാരവും മൂത്രദ്വാരവും ഒരേ അവസ്ഥയിലാണ് ഉള്ളത്. രണ്ടും രണ്ടായിട്ടല്ല ഉള്ളത്. അത് രണ്ടായി സജ്ജീകരിക്കുന്നതിനു വേണ്ടി 3 ഓപ്പറേഷൻ ഇതേവരെ കഴിഞ്ഞു. ഇനി മെൻസസിന്റെ സമയമാകുമ്പോൾ അതിശക്തമായ വേദനയാണ്, അതിശക്തമായ ബുദ്ധിമുട്ടാണ്. അത് സംബന്ധമായി മൂത്രാശയ സംബന്ധമായി ഒരു സർജറി അത്യാവശ്യമായി വേണം എന്ന് ഡോക്ടർമാര് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധുവായ വാടകയ്ക്ക് കിടക്കുന്ന വഴിയരികിൽ ചായ കച്ചവടം നടത്തുന്ന ഒരു പ്രിയപ്പെട്ട പിതാവ് വെള്ളിയാഴ്ച പള്ളിയിൽ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്ത് എത്ര വലിയ നിഅമത്താണ്! അൽഹംദുലില്ലാഹ്. കണ്ടില്ലേ, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായത്തു വൻ നിഹായയിൽ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. മുൻകാലങ്ങളിൽ പ്രസിദ്ധനായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായ മുഹമ്മദ് ഇബ്നു സിമാക്ക് റളിയല്ലാഹു തആല അൻഹു അക്കാലഘട്ടത്തിലെ ഇസ്ലാമിക ഭരണാധികാരി ഹാറൂനുർ റഷീദിനെ സന്ദർശിക്കാൻ പോയ ഒരു സംഭവം ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ എഴുതുന്നുണ്ട്. മഹാനവറുകൾ രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് കയറുമ്പോൾ ഹാറൂനുർ റഷീദ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഗ്ലാസ് വായയിലേക്ക് ഉയർത്തുകയാണ്. ഈ സമയത്ത് മഹാനായ ഹാറൂനുർ റഷീദിനോട് ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ലൻ യാ അമീറൽ മുഅ്മിനീൻ, ഒന്ന് വെയിറ്റ് ചെയ്യണേ രാജാവേ, ഒരൽപ്പം നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഒരു കാര്യം ചോദിക്കാനുണ്ട്. രാജാവ് വെള്ളത്തിന്റെ പാത്രം താഴേക്ക് വെച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, അസതഹലിഫുക ബില്ലാഹി തആല ലൗ അന്നക മുനഅത ഹാദിഹി ശർബത്തു മിനൽ മാഇ ഫബികം കുന്ത തശ്തരീഹാ. ഇപ്പോൾ നിങ്ങൾ സുഭിക്ഷമായി കുടിക്കാനെടുത്ത, പാനം ചെയ്യാനെടുത്ത പാനപാത്രം കൊണ്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഈ വെള്ളം കുടിക്കുന്നതിനെ നിങ്ങൾക്ക് തടയപ്പെട്ടാൽ, അഥവാ ഒരിറുക്ക് വെള്ളം നിങ്ങളുടെ വയറിലേക്ക് ഇറങ്ങാൻ ആവശ്യമായി വന്നു, പക്ഷേ നിങ്ങൾക്കത് കുടിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അത് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്ത് കൊടുത്തിട്ടാണ്, എന്ത് ഔദാര്യം ചെയ്തിട്ടാണ്, എന്ത് വില കൊടുത്തിട്ടാണ് നിങ്ങൾ ആ ഒരിറക്ക് വെള്ളം കുടിക്കാൻ വാങ്ങുന്നത്? രാജാവായ ഹാറൂനുർ റഷീദ് പറഞ്ഞു, ബിനിസ്ഫി മുൽക്കി, എൻ്റെ അധികാരത്തിൻ്റെ പകുതി കൊടുത്തിട്ടാണ് ഞാൻ ഒരിറക്ക് വെള്ളം വാങ്ങുന്നത്. മഹാനായ ഇബ്നു സിമാക്ക് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, അസതഹലിഫുക ബില്ലാഹി ലൗ അന്നക മുനഅത ഖുറൂജഹാ മിൻ ജൗഫിക ബഅദ ഹാദാ ഫബികം കുന്ത തശ്തരീഹാ. നിങ്ങൾ ഇറക്കിയ വെള്ളം അത് നിങ്ങളുടെ മൂത്രനാളത്തിലൂടെ
നിങ്ങൾ വിസർജന വസ്തുവായി പുറത്തേക്ക് തള്ളുന്നത് അത് നിങ്ങൾക്ക് തടയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വില കൊടുത്തിട്ടാണ് ആ തടസ്സം നീക്കുന്നത്? മഹാനവറുകളോട് രാജാവ് പറഞ്ഞു, ബിമുൽക്കി കുല്ലിഹി, എൻ്റെ ഈ അധികാരം മൊത്തം കൊടുത്തിട്ടായിരിക്കും ഞാൻ ആ ഒരു പ്രശ്നം പരിഹരിക്കുക. എനിക്കൊരു നേരത്തെ വെള്ളം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി കൊടുത്ത് ഒരിറുക്ക് വെള്ളം ഞാൻ വാങ്ങിക്കുടിക്കും. എനിക്ക് മൂത്രമായി എൻ്റെ ശരീരത്തിൽ നിന്നത് കുടിച്ചത് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കാണുന്ന സാമ്രാജ്യമെല്ലാം ഞാൻ കൊടുത്തിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് മൂത്രം പുറത്തു പോകാൻ ആവശ്യമായ സംവിധാനങ്ങൾ ആവശ്യമായത് ഞാൻ ചെയ്യുന്നതാണ്. ഇത് കേട്ട മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു സിമാക്ക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന മുൽക്കൻ തർബു അലൈഹി ശർബത്തു മാഇൻ വതഫ്ളുലുഹു ബൗലത്തുൻ വാഹിദ ലഖലീഖുൻ അല്ലാ യുനാഫസ ഫീഹി. അഥവാ നിങ്ങളുടെ കയ്യിൽ ഉള്ള രാജാവേ, ആകെയുള്ള സമ്പാദ്യം ഒരു നേരത്തെ ഒരിറുക്ക് വെള്ളം ഇറക്കുവാനും ഒരു നേരം മൂത്രമൊഴിക്കുവാനും ഉള്ള സമ്പാദ്യമല്ലേ രാജാവേ? ഇത്രയും കാലം നിങ്ങൾ അധികാരത്തിലിരുന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അധികാരത്തേക്കാൾ നിങ്ങൾക്ക് വലുത് ഒരു നേരത്തെ വെള്ളം കുടിക്കലല്ലേ, ഒരു നേരത്തെ മൂത്രമൊഴിക്കലല്ലേ? ഇത് കേട്ട രാജാവ് ഫബക്കാ ഹസ്ത ബതല്ലത് ലഹയതുഹു, താടി രോമങ്ങളാകെ നനഞ്ഞ കുരുതിരുമാറ് രാജാവ് മുഹമ്മദ് ഇബ്നു സിമാക്ക് തങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞുപോയി. ഇമാം ഇബ്നു കസീർ, ഇമാം അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹ് നമ്മുടെ അവയവങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്വാധീന ശക്തി, അല്ലാഹ് നമുക്ക് രോഗങ്ങൾക്ക് നൽകി നമ്മുടെ രോഗങ്ങളില്ലാതെ നമ്മുടെ അവയവങ്ങളെ കാത്തത് എത്ര വലിയ നിഅമത്താണ്. കൃത്യമായി മലമൂത്ര വിസർജനം നമുക്ക് നടക്കുന്നുണ്ട്, ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട്, വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്. എത്രയെത്ര ആളുകളാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞു. 9, 12, 15 വർഷക്കാലമായി രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. 9 ഗുളികകൾ, 9 ക്യാപ്സൂളുകൾ കഴിച്ചാലാണ് ഒരല്പനേരം ഉറങ്ങാൻ കഴിയുന്നത്. അങ്ങനെ സ്വസ്ഥമായി മരുന്ന് കഴിക്കാതെ ഉറങ്ങിയിട്ട് 15 കൊല്ലമായി. ഒക്കെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. അതുകൊണ്ട് നല്ല ബോധമുള്ളവരായി ജീവിക്കണേ. ലഭിച്ച നിഅമത്തിന്റെ വലിപ്പം മനസ്സിലാക്കണേ, ഗൗരവം മനസ്സിലാക്കണേ. അന്യായമായി നശിപ്പിച്ച് കളയല്ലേ മോനെ, അന്യായമായി ദുരുപയോഗം ചെയ്യല്ലേ പെങ്ങളെ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബുകൾക്ക് വലിയ ഈമാനും തഖ്വയും ശക്തിയും ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.